ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് ആരല്ലേ അടുത്തിരിക്കണേന്ന്. അപ്പോൾ നിങ്ങൾ അമ്മേനെ യൂഷ്വലി കാണാറുണ്ട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ. ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണ സമയത്ത് അമ്മ യൂഷ്വലി എൻ്റെ ഒപ്പം ലോങ് വീഡിയോസിലൊക്കെ ഉണ്ടാവാറ്. പക്ഷെ അച്ഛൻ ആദ്യമായിട്ടാട്ടോ വരണേ ലോങ് വീഡിയോയിൽ. അച്ഛൻ ഷോർട്സ് വീഡിയോയിലൊക്കെ വരാറുണ്ട്, ബട്ട് ലോങ് വീഡിയോയിൽ അച്ഛൻ ആദ്യമായിട്ടാണ് വരണേ. അച്ഛനെ കുറിച്ചപ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു, പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇപ്പം അച്ഛൻ റിട്ടയർഡായി, ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കണു. അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ ടീച്ചറായിരുന്നു കേട്ടോ, ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ. ഇപ്പം അമ്മ റിസൈൻ ചെയ്ത്, എൻ്റെ വാവയുടെ ഡെലിവറി ഒക്കെ ആയതിനു ശേഷം അമ്മ റിസൈൻ ചെയ്തു, ഇപ്പോൾ പോകണമൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ചേട്ടനുണ്ട് കേട്ടോ. ചേട്ടനാണെങ്കിൽ മാൽദീവ്സിലാണ്, ടീച്ചറാണ്. ചേട്ടനൊരു വൈഫുണ്ട്, കുട്ടിയുണ്ട്. കുട്ടി നമ്മുടെ ഫൊണ്ണൂനെക്കാട്ടും 2 ദിവസം മൂത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലിയും കാര്യങ്ങളും. പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളുടെ കൂടെ ഇവരും ഉണ്ട്, ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വേണ്ടി വന്നിക്കണേ. അപ്പോൾ അങ്ങനെ ഇനി അച്ഛനും അമ്മയ്ക്കും എന്തിട്ടാണ് എന്നെ കുറിച്ചിട്ട് പറയാനുള്ള, യൂട്യൂബ് ചാനലിനെ കുറിച്ചും പിന്നെ എന്നെ കുറിച്ചിട്ടും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ യാദൃശികമായിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പണ്ട് ടിക്ടോക്ക് ഒക്കെ ധാരാളം ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ ടിക്ടോക്ക് ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെയൊക്കെ അപൂർവം ചില ടിക്ടോക്കുകളിൽ പങ്കെടുക്കാറുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇവള് ഡെലിവറിയുടെ സമയത്ത് ഇവൾക്ക് സമയം പോണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ മുമ്പൊക്കെ റീൽസൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ കുറെ നാളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കാറില്ല. പിന്നെ എന്ന് വെച്ചാൽ മൊബൈലിൽ നോക്കാനൊന്നും സമ്മതിക്കാറില്ല. അപ്പോൾ സമയം പോകണ്ടായപ്പോൾ അവള് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് അവളുടെ കൂടെ. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡെലിവറിയുടെ സമയത്താണെങ്കിൽ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം, വാവക്കുട്ടുണ്ടായതിന് ശേഷം എനിക്ക് ആകെ എന്താ പറയുക, ഭയങ്കര മൂഡ് ഓഫ് ആയ പോലെ ആയിരുന്നു. പുറത്തൊന്നും അങ്ങനെ അധികം പോകാൻ പറ്റില്ല. വാവ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വാവേനും കൊണ്ട് പുറത്തേക്കും കാര്യങ്ങളും അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളാണെങ്കിൽ യൂഷ്വലി എപ്പോഴും ഫാമിലി ആയിട്ട് പുറത്ത് പോകും, ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നടക്കുന്ന ടീംസാണ്. അപ്പോഴാണെങ്കിൽ വാക്കുട്ടി വന്നതിന് ശേഷം അങ്ങനെ പുറത്ത് പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കണത്. അപ്പം എന്തിട്ടെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം ഏട്ടനോട് ചോദിച്ചപ്പോഴാണ് ഏട്ടനും സമ്മതിച്ചു, ആ ചെയ്തോ പറഞ്ഞു. അപ്പം ഏട്ടൻ്റെ സമ്മതവും പിന്നെ അച്ഛനും വേണ്ടി സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നമ്മൾ 11K സബ്സ്ക്രൈബേഴ്സ് അല്ല, ഒരു ഫാമിലി എന്നാണ് പറയാൻ എനിക്കിഷ്ടം. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനെയും അമ്മേനെയും കൂടിയിട്ട് വീഡിയോയിൽ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള? അച്ഛനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ, അച്ഛൻ സീരിയസ് ഒന്നും അല്ല കേട്ടോ, ഭയങ്കര പാവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഭയങ്കര കലിപ്പൊക്കെയാവുന്നു. കലിപ്പൊന്നുമല്ല, ഭയങ്കര പാവ അച്ഛനാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനും പിന്നെ ഓരോ സജസ്റ്റ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അമ്മയും അതായിട്ട് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഓരോ റീൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവായി. അതുപോലെ ഏട്ടനും എല്ലാത്തിനും ഉപരി ഏട്ടൻ സംബന്ധിച്ചാലാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏട്ടൻ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ എല്ലാത്തിനും മോട്ടിവേറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ണിയുള്ളത് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അച്ഛനും അമ്മയും വാവേനും നോക്കും. അപ്പം എല്ലാവരും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് ആയാലും എന്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പം അങ്ങനെ ഇനി നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളുമാണ് എപ്പോഴും സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുക. ഇവളാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്തായാലും പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറിക്ക് മുന്നേ അവൾ എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്നിരിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവൾക്കിപ്പോൾ ഡെലിവറിക്ക് മുന്നേ ഒരു ജോലിയിൽ പോയിരുന്നു അവൾ. ഇവിടെ ദുബായിൽ തന്നെ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടി ചെറുതായ കാരണം ജോലിക്ക് പോകാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ തീരെ സമയം പോകില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലാകുമ്പോൾ അവളൊരു എൻഗേജ്ഡ് ആയല്ലോ. പിന്നെ അല്ല, നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ ഒരു ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിലെന്നും കിടക്കുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് കാണുമ്പോൾ. പണ്ടത്തെ ഓരോ വീഡിയോസും അതുപോലെ ഓരോ ഷോർട്സൊക്കെ കാണുമ്പോൾ, പിന്നെ വാവയുടെ ചെറിയ ചെറിയ ഫോട്ടോസും ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊക്കെ നമുക്കിതൊരു ആൽബം സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കാം. നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിൽ എപ്പോഴും നശിച്ചു പോകും. വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ ഫോണിൽ അത്ര എന്താ പറയുക സ്പേസ് ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഇതാകുമ്പോൾ അവിടെ കിടക്കുമല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷം അത് കാണുമ്പോഴൊക്കെ.
അപ്പോൾ ഇവിടെ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞാനും അച്ഛനായാലും ഒപ്പം അവളുടെ കൂടെ ഉണ്ട് എപ്പോഴും. അപ്പോൾ അവളുടെ ഹസ്ബൻഡായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവളുടെ മദറിനോയും ഫാദറിനോയും ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. ഇഷ്ടമാണ് അവരമ്മ ഇത് അമ്മയൊക്കെ എപ്പോഴും വന്ന് കമന്റ്സ് ഒക്കെ കമന്റ് ചെയ്യാറുണ്ട്, എപ്പോഴും നല്ല സജഷൻ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ. പിന്നെ എന്റെ ചേട്ടന്റെ വൈഫും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഹസ്ബൻഡിന്റെ ചേച്ചിയും യൂട്യൂബറാണ്. അപ്പൊ എല്ലാവരും ഒരു എന്താ പറയാ ഒരു ഭയങ്കര യൂട്യൂബ് ഫാമിലി എന്നൊക്കെ പറയാ ഞങ്ങള്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ റീൽസ് എടുക്കാം, റീൽസ് അല്ല യൂട്യൂബ് ഷോർട്സ് എടുക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ എടുക്കാം. എപ്പോഴും എന്താ പറയുക ഇങ്ങനെ ഓരോ തോട്ട്സും കാര്യങ്ങളാണ്. ഇപ്പം ഞാനിപ്പോൾ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആണ്. മുന്നൊന്നും വെറുതെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ അയ്യോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, മൂഡ് ഓഫ് ആണ്, അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞുണ്ട്, കുഞ്ഞുള്ള കാരണം ഒന്നും ഒരിക്കലും പോകാനും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു വിഷമം ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അവൾക്കത് മാറി. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഫുള്ളി എൻഗേജ്ഡ് ആണ് യൂട്യൂബിൽ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സും കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല ലൈക്സും വ്യൂസും അതിനപ്പുറം നിങ്ങളുടെ ഓരോ കമന്റ്സും ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട്. മെന്റലിയായാലും ഫിസിക്കലിയായാലും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ഇനി ഞങ്ങളെല്ലാവരെയും യൂട്യൂബ് ചാനലുകളിൽ ഇടയ്ക്കൊക്കെ പ്രതീക്ഷിക്കാം. ഞങ്ങള് വീഡിയോസിലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഓരോ ചാലഞ്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ 1-2 വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓരോരുത്തർ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ എനിക്കെങ്ങനെയാണ് എനിക്ക് സത്യം പറയാനില്ലേ ഈ പബ്ലിക് ആൾക്കാരോട് മീൻസ് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ അധികം ആൾക്കാരോട് സംസാരിക്കില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്, കാര്യങ്ങളാണ്, അങ്ങനെയാണ്. പിന്നെ ഞാൻ എക്സ്ട്രോവേർട്ട് ആയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 10th ഒക്കെ ആയപ്പോൾ ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും കൂടി ഭയങ്കര ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായി. കോളേജിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോയി സംസാരിക്കും, ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും പിന്നെ വീഡിയോസ് ചെയ്യുകയാണെങ്കിലും. എന്നോട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റേജിൽ കിട്ടിയാൽ മതി, ഞാൻ അപ്പോഴേക്കും ഡാൻസ് കളിക്കും. മീൻസ് എനിക്ക് അങ്ങനെ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ആൾക്കാർ എന്ത് വിചാരിക്കുന്നോ അങ്ങനെയുള്ള ചിന്തയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാൻ ഉണ്ടാവേ ഇല്ല. അപ്പം അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് എന്താ പറയുക അങ്ങനെ ഒരു ഫിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെറുപ്പം മുതൽ പിന്നെ ഇവരെന്നെ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഓരോ ഡാൻസ് പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ഒപ്പം പോയിരിക്കും. അവൾക്ക് ഡാൻസ് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കരയും. അപ്പം അന്നോട്ട് ഇവളുടെ കൂടെ ഇരുന്നൊരു 9ാം ക്ലാസ് വരെ അവളുടെ കൂടെ ഇരുന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ അവള് പഠിച്ചു. അതിൻ്റെ കരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും ഡാൻസിലൊക്കെ ഇപ്പോഴും താല്പര്യമാണ്. പിന്നെ 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കൊണ്ടുപോകാറില്ല. പിന്നെ അവള് തന്നെ വീഡിയോസൊക്കെ സ്കൂളിലൊക്കെ പ്രോഗ്രാം ആനുവൽ ഡേക്കും അതുപോലെ കോമ്പറ്റീഷനുകളിലൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. പാട്ടിനോട് വലിയ കമ്പൊന്നുമില്ല, ഡാൻസ് ചെയ്യും നന്നായിട്ട്. അത് സിനിമാറ്റിക് ആണ് കൂടുതൽ താല്പര്യം. ക്ലാസിക്കലിനോട് ഞങ്ങള് കൂടുതൽ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ അത്ര വലിയ താല്പര്യം ക്ലാസിക്കിനോട് കാണിച്ചിട്ടില്ല. സിനിമാറ്റിക് ആണ് നന്നായിട്ട് കളിക്കുക. ക്ലാസിക്കലും സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ അവള് പങ്കെടുക്കാറുണ്ട്. ഞാൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഡ്രൈവിങ്, ബൈക്ക് ഓടിക്കാനും അതൊക്കെയാണ് എന്റെ ക്രേസ്. ഇപ്പൊ അതൊന്നും പറ്റില്ല. ഇപ്പൊ ദുബായിൽ വന്നതിന് ശേഷം കാർ ഓടിക്കാനും പറ്റില്ല. അവിടെയാണ് സമയത്താണെങ്കിൽ കാർ ഓടിക്കുക. അതൊക്കെയാണ് എന്റെ ഹോബീസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ചെയ്യാൻ നിന്നപ്പോ അതൊക്കെ തട്ടി കളയും. ഇപ്പൊ തന്നെ വാവുകുട്ടീനെ ഏട്ടന്റെ അടുത്താക്കിയിട്ട് പോകുന്നുണ്ട്. അവൻ ഉറങ്ങാണ്. അപ്പൊ ലൂസി ഉണ്ട് കൂടെ. അപ്പൊ എല്ലാരും കൂടിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാക്കിന് വേണ്ടിയിട്ട് ഈവനിങ് വാക്കിന് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം, ഇവരെ 2 പേരും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരാട്ടോ, ബേസിക്കലി തൃശ്ശൂരാണ് ഞങ്ങൾ. അമ്മയുടെ വീട് കുറുക്കഞ്ചേരി, അച്ഛൻ ചിയാരം അവിടെയാണ്. പിന്നെ എന്നിട്ടാ നിങ്ങൾക്ക് പറയാനുള്ളത്?
നമ്മളല്ലേ പറയേണ്ടത്. നിങ്ങള് പറ, ഞാൻ എന്തിനാ കൊറേ പറയണേ. ബൈക്കിന്റെ ക്രേസിനെ പറ്റി പറയണ്ടേ. ഉള്ള ചേട്ടനൊരു ബജാജ് ഡോമിനാർ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവള് അത് എടുത്തുകൊണ്ട് പോലാണ് പണി. മീൻസ് കൊറേ ഭയങ്കര വെയിറ്റുള്ള കുറച്ച് ദൂരം, വളരെ മെയിൻ റോഡിലൊന്നല്ല, ഉള്ളിലുള്ള റോഡുകളിലൊക്കെ ഓടിക്കും. മെയിൻ റോഡിലൊന്നും അധികം പോയിട്ടില്ല. പിന്നെ അതാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ഒരാൾക്ക് പിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഞാനാണെങ്കിൽ ഹോണ്ട ഹൈനസ് വാങ്ങിയപ്പോ അതും ഓടിക്കാനായിട്ട് അവൾക്ക് വലിയ താല്പര്യമാണ്. അത് ഓടിച്ചിട്ട് വീഡിയോ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിക്കലും അങ്ങനെ പോസ്റ്റ് ചെയ്യലൊക്കെ ആയിരുന്നു. ഡെലിവറിക്ക് മുന്നേ, ഡെലിവറി പ്രഗ്നന്റ് ആയതിനു ശേഷം ഒന്നും അവളെ സമ്മതിക്കില്ല. അപ്പോൾ ഒരു 1-2 വർഷമായിട്ട് അവള് എന്താ പറയാ, ഒന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ അവൾക്ക് ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അവളോട് പറഞ്ഞത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ചിന്നു, അപ്പോൾ നിനക്ക് ഒരു എന്താ പറയുക റിലാക്സേഷൻ ആവില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങാൻ കാരണം. ഇപ്പോൾ 5-6 മാസമായിട്ടുള്ള തുടങ്ങി. ശരിക്കും ഞാൻ ഫസ്റ്റ് എന്റെ വീഡിയോ ഞാൻ ഇട്ടത് ഞങ്ങൾ ഇളയമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണത് ഞാൻ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഏട്ടന് കാട്ടി കൊടുക്കാറുണ്ട്. ഏട്ടന് അവിടെ ദുബായിലും ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ ഏട്ടാ ഇതൊക്കെയാണ് വാട്ട് 18 ഡേ പറഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്സ് പോലെ ഒരു വീഡിയോ ഉണ്ടാക്കി. അപ്പൊ ഞാനാണെങ്കിൽ ഏട്ടാ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തോട്ടെ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു പോസ്റ്റ് ചെയ്തോടി പറഞ്ഞിട്ട് ഏട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ വ്യൂ കയറി. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പൊ വ്യൂ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനിപ്പോ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇരിക്കണുണ്ടാവില്ല. അപ്പൊ അന്ന് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയപ്പോ എനിക്ക് ഭയങ്കര മോട്ടിവേഷനലായി. ഓ നല്ലൊരു പരിപാടിയല്ലോ, വ്യൂസ് കയറുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വ്യൂസ് കയറുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 1.9K ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടു. ഇപ്പം നമ്മളുടെ ഒരു വീഡിയോ തന്നെ 2.3 മില്യൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമാണ്. എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് യൂട്യൂബിൽ എനിക്ക്. ഇപ്പോൾ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷനും റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആണ് ഇങ്ങനെ യൂട്യൂബ് നമുക്കിങ്ങനെ ഓരോ തരുമ്പോൾ. വെറുതെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് അങ്ങനെ ഇട്ട് പോവാണ്ട് നമുക്ക് എന്താ പറയുക യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഒരു എൻകറേജ്മെൻ്റ് ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാവരും സപ്പോർട്ടീവാണ്. പിന്നെ എന്താണ് വേറെ എന്താ ആലോചിക്കേണ്ടത്, അങ്ങനെ അപ്പം ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങി. പിന്നെ വീട്ടിൽ എന്തുണ്ടെങ്കിലും മോൻ്റെ കാര്യങ്ങളായാലും എന്തുണ്ടെങ്കിലും എപ്പോഴും വീഡിയോ എടുത്ത് ഏട്ടന് അയച്ചു കൊടുക്കല പണി. അപ്പോൾ അത് നോക്കുമ്പോൾ കാണാൻ നല്ലതാണ്. പിന്നെ അത് അയച്ചു കൊടുക്കണം. ഞാനപ്പോൾ പറഞ്ഞു അതൊക്കെ നീ സേവ് ചെയ്ത് വെച്ച് കുറേ കഴിയുമ്പോൾ അതൊക്കെ കളയുക. അപ്പോൾ അത് യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് അതിൽ കിടക്കുമല്ലോ. പിന്നെ നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാനും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അച്ഛനും ഞാനാ പറഞ്ഞത് അവളോട് യൂട്യൂബ് ചാനൽ തുടങ്ങണം. അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും പിന്നെ രാഹുലിനോട് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല. പിന്നെ അവൾ തുടങ്ങിക്കോ, അവൾക്കൊരു എൻഗേജ്മെൻ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആളും സമ്മതിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ വാവ ചെറുതായിരിക്കുമ്പോൾ തൊട്ടുള്ളതുണ്ട്. ഇപ്പോൾ അവൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ആ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ ഡ്രൈവിങ് സംബന്ധിച്ച് ദുബായിൽ വന്നതിന് ശേഷം ബൈക്ക് ഡ്രൈവിങ്, കാർ ഡ്രൈവിംഗ് ഒന്നും സാധിക്കണില്ല. അവിടെ ലെഫ്റ്റ് ഹാൻഡ്, ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ, അവിടെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് പിന്നെ ബൈക്ക് ഓടിക്കാനായിട്ട് സാധ്യതകളും കുറവാണ് പൊതുവെ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അച്ഛനും എന്നെയും സംബന്ധിച്ചും ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ എപ്പോഴും അച്ഛൻ കാർ എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ട്. ഇപ്പോൾ ഇവിടെ അത് പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. പിന്നെ രാഹുല് സാറ്റർഡേ സൺഡേ മാത്രമേ രാഹുലിന് ഹോളിഡേയ്സ് ഉള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ പുറത്ത് പോകുള്ളൂ. അല്ലാത്ത സമയത്ത് വീട്ടിൽ ഞങ്ങൾ ഇരിക്കുക. പിന്നെ നടക്കാൻ പോകും, ഞാനും അച്ഛനും ഒക്കെ കൂടി ഒന്ന് നടക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾക്കും ഒരു ടൈം പാസ്സായി. ഇതിലിപ്പോൾ ഇങ്ങനെ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ അത് നോക്കി വീക്കെൻഡ് ആകുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങൾ ഇപ്പോൾ ദുബായിൽ വന്നതിന് ശേഷം ഒരു സ്ഥലങ്ങളൊക്കെ മരുമകൻ ഇവളുടെ ഭർത്താവ് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവള് കുറെ ലോങ് വീഡിയോസ് ഒക്കെ അന്ന് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പോയ സ്ഥലങ്ങളും അത് കാണുമ്പോഴാണ് ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരു എല്ലാ സ്ഥലങ്ങളും രാഹുൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇനി കാണാനുള്ളൂ. അത് ഇനിയും കാണാൻ പോകുന്നുണ്ട് ഞങ്ങൾ. അവളതിന് ലോങ് വീഡിയോസ് ആദ്യം ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ മുൻപൊക്കെ
കണ്ടമാന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതൊന്നും അവള് ലോങ് വീഡിയോ എടുത്ത് സൂക്ഷിച്ചിട്ടില്ല. അതൊക്കെ ഷോർട്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഷോർട്സ് ആയിരുന്നു കൂടുതൽ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ലോങ് എങ്ങനെ എടുക്കണ്ടേന്നോ അതോ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഒരു ന്യൂ കമ്മറായിട്ട് വന്നതല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് നമ്മൾ ഈ റീൽസ് ഇട്ടണ പോലെ ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ. പിന്നെ മനസ്സിലായി നമുക്ക് ലോങ് വീഡിയോ ഇതാക്കണമെങ്കിൽ വേറെ രീതിയിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഇപ്പൊ എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കണം. അവള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് മീൻസ് എന്നും വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പൊ ഒരെണ്ണിട്ട് എന്നും ഡെയിലി ഞാൻ മുടങ്ങാണ്ട് ആകെ ഒരു ദിവസം മാത്രം 2 ദിവസം മാത്രം ഞങ്ങൾ രണ്ടാളും ഇപ്പൊ കുട്ടീനെ നോക്കാനാണെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം അവള് ഫ്രീ ആയി അത്യാവശ്യം സമയമുണ്ട് ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ അവൾക്കും ഒരു സന്തോഷമായി എന്ന് വെച്ചാൽ എപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ല, ഭാവിയുള്ള കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഒക്കെ മാറി. ഞങ്ങളും കൂടി ഉള്ള കാരണം വീഡിയോസ് ചെയ്യുമ്പോഴും ആൾക്ക് സന്തോഷം. ഭാവി കഴിഞ്ഞിട്ടും തോന്നുന്നു. അപ്പൊ ശരി കേട്ടോ. അപ്പൊ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ.